ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേക്ക് ഫുഡ് സ്റ്റോറീസ്. നിങ്ങളുടെ കയ്യിൽ വെറും ഒരു 5 മിനിറ്റ് ഉണ്ടോ? എങ്കിൽ പിന്നെ ദേ ഇതുപോലെ ഒരു കിടിലൻ റെസിപ്പി നിങ്ങളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. എന്താ സംഗതി എന്നല്ലേ, മുട്ട ദോശ. സ്കൂളൊക്കെ കഴിഞ്ഞിരുന്ന കുട്ടികൾക്കാണെങ്കിൽ നല്ല വിശപ്പായിരിക്കും അല്ലേ. അപ്പോൾ അവർ എന്താ കഴിക്കണമെന്ന് ചോദിച്ചിട്ടായിരിക്കും മിക്ക കുട്ടികളും വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു അരമുറി നാളികേരത്തിലേക്ക് 4 ടീസ്പൂണോ അല്ലെങ്കിൽ 6 ടീസ്പൂണോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ 6 ടീസ്പൂൺ ചേർക്കുന്നതാണ് ഉത്തമം. അപ്പോൾ നമുക്കൊരു 6 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടോ. ഇനി നമുക്ക് വേണ്ടത് ദോശമാവാണ്. അപ്പോൾ ദോശമാവ് എങ്ങനെ റെഡിയാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ടൊരു 1.5 കപ്പ് മൈദയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പിന് മെഷറിംഗ് കപ്പിൽ മൈദ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിലും ഇതുപോലെ മൈദ അളന്ന് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വേണം. നമുക്ക് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ഏകദേശം 2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളൊരു 1.5 ഗ്ലാസ്സൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ദോശ ചൂടുന്ന പോലെ ദോശ ചൂടാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഫില്ലിംഗ് ഒക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി കഴിഞ്ഞു. നമുക്ക് ഫില്ലിംഗ് ഒക്കെ നന്നായി ഒന്ന് പരത്തിയതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ച് മറിച്ചും എടുത്തു കഴിഞ്ഞാൽ സംഗതി റെഡി ആയിട്ടോ. അപ്പോൾ വളരെ എളുപ്പമല്ലേ. വളരെ കുറഞ്ഞ സമയവും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസ് തയ്യാറാക്കുന്നതിനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റുള്ള റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.